ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മളോടൊപ്പം ഇന്നുള്ളതൊരു യുവ കർഷകനാണ്. ഞാൻ കുറേ തപ്പി ഒക്കെ ഇങ്ങനെ നടന്നു വന്ന വഴിക്ക് എന്നോടൊരാൾ പറഞ്ഞു, ഇവിടെ ഒരു നല്ല കർഷകനുണ്ട്, ഒരു യുവ കർഷകൻ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്, ഒന്ന് പരിചയപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ആഷിനെ പരിചയപ്പെട്ടാണ്. ആഷിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നീ എന്ത് ചെയ്യാണ് ശരിക്കും? ഞാൻ ഇപ്പം ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് ചെയ്യുവാണ്. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ചിയാർ. അതിന്റെ കൂടെ കൃഷി നമ്മുടെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ നല്ല പാഷന് വേണ്ടിയിട്ട് നീ ഇറങ്ങിയതാണോ? പാഷനും ഉണ്ട്. പിന്നെ ഞാൻ +2 വരെ നാട്ടിലാണ് പഠിച്ചത്, ഒരു പ്രായം തൊട്ട്. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ ഒരു പാഷന്റെ പുറത്ത് പപ്പ ചെയ്യുന്ന കണ്ട് പപ്പയുടെ പുറകെ കൂടി അപ്പൊ ഇവന് എന്തേലും അറിവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? എനിക്ക് എന്റെ അറിവുകൾ പരിമിതമാണ്. അപ്പൊ എന്താ ഞങ്ങൾ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്? നമുക്ക് ഇവിടുത്തെ ഏലം കാണാം. ഏലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രേക്ഷകർ വൈഡായിട്ട് കേരളം മൊത്തം ഉണ്ട്. എസ്പെഷ്യലി എന്റെ പ്രേക്ഷകർ കൂടുതൽ മലബാർ സൈഡാണ്. അപ്പൊ അവിടെ അവർക്ക് ഏലം അത്ര താല്പര്യമുള്ള ഒരു വിളയല്ല. ഇനിവേ എന്തായാലും നമുക്ക് ഏലം ജാതി എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഏല കൃഷിയെ കുറിച്ച് പറയാം. ഞങ്ങളുടെ ഹൈറേഞ്ചിന്റെ ഒരു ഞങ്ങളെ നിലനിർത്തുന്നത് ഏലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എവിടെ ചെന്നാലും വീടിന്റെ മുറ്റത്ത് വരെ ഇപ്പൊ ഏലമുണ്ട്. ഞാനിപ്പം ചെയ്യുന്ന 2 ഏക്കറില് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. നമുക്കല്ലാതെ ഉണ്ട്, പപ്പ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് നീ ഇതിപ്പം പറഞ്ഞ കണിപ്പറമ്പ് നമ്മൾ ഇന്നോട്ടൊക്കെ വികസിച്ച് ഒരു 5 വർഷത്തിൽ താഴെ ആവുന്നുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും കായ ഉണ്ടാവും. ഇപ്പം ഞാൻ കണ്ടു 3 കായൊക്കെ വെച്ച് ഓരോ കൊത്തയിൽ ഉണ്ടായിട്ടുണ്ട്. 3-4 കായൊക്കെ വെച്ചായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ വളം ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ pH വാല്യൂ അറിയാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആയമേ മഴ കിട്ടുന്ന ഇത് pH വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ കുമ്മായവും സൾഫറും മഗ്നീഷ്യവും ഒഴിച്ച് പിന്നെ വേരിനുള്ള ചെയ്ത് അങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്ന ചെടിയാണ്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് ആട്ടുമുളക് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ആട്ടുമുളക് ഇട്ട് അടിസ്ഥാന വളം കൊടുക്കും. അടിസ്ഥാന വളം കൊടുത്തിട്ട് പിന്നെ രാസവളം 10-26 പോലത്തെ രാസവളങ്ങൾ കൊടുക്കും. ഇത് എത്ര വർഷം ചെടിയാണ്? ഇത് 3-ാം വർഷം. ഇപ്പോൾ ഇത് 3-ാമത്തെ വർഷം ചെടിയാണ്. എങ്ങനെയുണ്ട് പൊതുവിൽ? ഇവിടെ ഒരു വർഷം 1 ഏക്കറിൽ അത്യാവശ്യം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-20 ലക്ഷം രൂപ വരെ മാർജിൻ 1 ഏക്കറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഏക്കറിൽ നിന്ന് ഇവിടുത്തെ ഒരു കണക്കിൽ എത്ര നമുക്ക് ഈൽഡ് എടുക്കാൻ പറ്റും? 1 ഏക്കറിൽ നിന്ന് 1000 to 1500, 1000 to 1500 കിലോ വരെ ആവറേജ് പണിയുന്ന തോട്ടത്തിൽ. നീ എടുക്കുന്നുണ്ടോ? അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. 1000 കിലോ 1 ഏക്കറിൽ നിന്ന്. നമ്മൾ 1 ഏക്കർ എന്ന് പറയുമ്പോൾ 500 to 600 എടി വരെ കാണും. അപ്പോൾ ഒരു ഇടയ്ക്ക് നമുക്കൊരു 1000 to 1500 കിലോ പച്ചക്കായ കിട്ടും. അങ്ങനെ ഒരു 5-6 എടുപ്പ് നമുക്ക് കിട്ടും. 6 എടുപ്പ് 1000 കിലോ വെച്ച് നിനക്ക് 1 ഏക്കറിൽ നിന്ന് ഒരു പച്ചക്കായ എടുക്കാൻ പറ്റുന്നുണ്ട്. 1000 മീൻസ് അങ്ങനെയല്ല, കൂടി കുറഞ്ഞു നിൽക്കും. 1000 എടുപ്പ് നമുക്കൊരു 600 to 700-800 ഒക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ സീസണിൽ കുറവായിരിക്കും. ഈ സീസണിൽ ഞാനൊരു 500 to 600 കിലോ ഉണക്കക്കായ എടുത്തോ? ഈ സീസൺ ഈ വീക്ക് കായ എടുക്കുക. 1 ഏക്കറിൽ നിന്ന് 1000 കിലോ പച്ചക്ക നിനക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ ഒരു എടുപ്പിന്? ഷുവർ, ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. അതിൽ ഇച്ചിരി തള്ളില്ലടാ? ഇല്ലില്ല, കാര്യമായിട്ട് എടുക്കാൻ പറ്റും. അല്ല, നന്നായിട്ട് പണി നിനക്ക് അല്ല ഞാൻ ചോദിച്ചാൽ അതൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ഹൈ ഈൽഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായി കഷ്ടപ്പെട്ട് പണിത് മീൻസ് നമുക്ക് ഏസോണിലൊക്കെയാണ് നീ പറയുന്ന വിളവുള്ളത്. ഏസോണിൽ അതിന് കൂടുതലും കിട്ടില്ല. ഒരു ചെടിയിൽ നിന്ന് 2.5 കിലോ ഒക്കെ കിട്ടൂല്ലോ നല്ല എടുപ്പിന്. കഴിഞ്ഞ ജൂണിൽ വെച്ചാ? കഴിഞ്ഞ ജൂണില്. ഇതേതാ, ഞള്ളാനിയാ? ഇത് ഞള്ളാനിയാണോ? നിങ്ങൾ ഞള്ളാനി അധികം ആശ്രയിക്കുന്നില്ല അല്ലേ? നിങ്ങളെല്ലാം കുമളി ഏലത്തിന്റെ കുമളി ആ ചെടി മൊത്തം കുമളിയാ. ഇവിടെ നന്നായിട്ട് ഉണ്ടാകുന്ന കുമളിയല്ലോ അല്ലേടാ? കുമളി ഈ കാലാവസ്ഥക്ക് പറ്റിയത് കുമളിയാ. ചൂട് കൂടുതലല്ലോ, ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കൂടുതല. ഇതൊക്കെ ഒരു 13-ാം മാസം ചെടി ചെയ്ത് നമ്മുടെ പ്രോപ്പറായിട്ട് മരുന്നടിച്ച് കയറി വന്ന ചെടിയൊക്കെ. 13-ാം മാസമോ? 13-ാം മാസം. ഒരു ഇപ്പൊ ഒരു 30-35 ഇമ്പ് ചാണകപ്പൊടി അടിച്ചു കയറ്റിട്ടുണ്ടല്ലോ. ചാണകപ്പൊടി. ഇത് തമിഴ്നാടാ? തമിഴ്നാടല്ല, ഇത് നമ്മുടെ സ്വന്തം ജൈവം. ഇവിടെ നിന്ന് ഒരു ഫാമിൽ നിന്ന് മേടിച്ചതാ. നമ്മുടെ കസിൻ കഴിഞ്ഞ ഫാമിൽ നിന്ന് മേടിച്ച ജൈവം. അത് ജാതിയുണ്ട്, കൊടിയുണ്ട്. ഇന്നത്തെ മെയിൻ ആയിട്ട് ജാതി. നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ജാതിക്കും പ്രോപ്പറായിട്ട് വളം ചെയ്യും. അടിപൊളിയായിട്ട് ഏലം ചെയ്ത്. നിങ്ങൾ ഇവിടെ എത്രയാണ് പ്ലാൻ ചെയ്യുന്നത്? എത്ര അടി അകലത്തിലാണ്? 8 അടി. 8 അടിയിൽ അത് ഇച്ചിരി അടുത്തല്ലാണ് നിൽക്കുന്നത്? അല്ല, അത് നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലേക്ക് കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ ഇത് ഇത്തരം ചെടി നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം വലിയ അത്യാവശ്യം മീൻസ് കാലാവസ്ഥ മാറുന്നതുകൊണ്ട് നമുക്ക് റീപ്ലാൻ ചെയ്യാനുള്ള ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം ഇങ്ങനെ ഇത് തന്നെ മുമ്പോട്ട് പോകാൻ ഓർത്താം. കുരുമുളക് ആ വീടിന്റെ തൊട്ട് മുകളിൽ നിന്ന് കൊടി തോട്ടം. കൊടി ഇത് അപ്പുറത്തെ സൈഡും കൂടുതലും കൊടിയാണ്. നിങ്ങൾ ഇവിടെ നന്നായി കുരുമുളകും ജാതിയൊക്കെ ചെയ്തോണ്ടിരുന്ന കർഷകരാണ്. ജാതി, കാപ്പിക്കുരു എല്ലാം ചെയ്തോണ്ടിരുന്നത്. നിങ്ങളതെല്ലാം കളഞ്ഞിട്ട് ഏലത്തിലേക്ക് തിരിഞ്ഞോ? വരുമാനം അത്രേ ഉള്ളൂ. അല്ല, ഒറ്റ വാക്കി പറഞ്ഞ വരുമാനത്തിന്റെ ഇൻകം. ഇപ്പൊ കുരുമുളക് നല്ല വിലയില്ലടാ?
700 രൂപ. എന്നാലും അത് നല്ല വിലയല്ലേ? അല്ല അല്ല ഏലം നോക്കി അത് അങ്ങനെ നീ ചിന്തിക്കല്ലേ. നോക്കുമ്പോൾ അങ്ങനെ പറയരുത്. പക്ഷെ കൊടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1-2 തവണ മരുന്നടിച്ച് പണിതാൽ മതി. പക്ഷെ ഏലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 25-ആം പക്കം മരുന്നടിച്ച് അതിന്റെ കൂടെ എപ്പോഴും ഇത് വേണം, സ്വന്തം മക്കളെ പോലെ നോക്കേണ്ടി വരും. നീ എന്നെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ. നമുക്ക് ജാതി ചെയ്യണം. ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ? ഇല്ല, അത് കാണിക്കാം. ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന തോടാ ഇത്. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ ഇതുവരെ പറ്റിയിട്ടില്ല. ആണോ? ചാച്ചന്റെ കാലം തൊട്ട് പറയുന്നതൊക്കെ ഈ തോട് ഒരിക്കലും പറ്റിയില്ലാത്ത തോടാ. ഇത് നിറഞ്ഞു പോകുന്നേരം ഇത് നല്ല മഴയാകുമ്പോൾ നിറഞ്ഞു കയറി വരും. ഈ കണ്ടത്തിലൊക്കെ വെള്ളം കയറുന്ന. ഇതിനകത്ത് നിങ്ങൾ ജലസേചനത്തിലുള്ള വെള്ളം എടുക്കുന്നത്? അല്ല, നമുക്ക് കിണറുണ്ട്. ഇതിവിടെ ഇത്ര വെള്ളത്തിന് എപ്പോഴും സോഴ്സ് ഉണ്ട് അല്ലേ? സോഴ്സ് ഉണ്ട്. കൊടിയാണെങ്കിലും ജാതി, നമ്മളിതിനകത്ത് തൈജാതി എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇടവിളയായിട്ട് ചെയ്യുന്നുണ്ട്. ഇടവിളയൊന്നും അല്ല, നിങ്ങളിപ്പോ കൊടിയായിരുന്നു, നിങ്ങൾ അതിന് ഇടവഴി ഏലം വെച്ചാ? ഇതിന്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. ആണോ? ഇത് കേട്ട് അമ്മയുടെ ചെറിയ ചെറിയ ഇഞ്ചി കൃഷി അല്ലേ? ഇഞ്ചി കൃഷി എന്തോ കാണിക്കാന്നും പറഞ്ഞു ഇവനെ എന്നെ വിളിച്ചോണ്ട് പോകുന്നു. എന്നാടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. ആണോ? ജ്യോതിയും വന്നിട്ടില്ല, ടീയും വന്നില്ല. ഇവിടെ സ്ഥലത്ത് എന്നാ വില ഉണ്ടോ? ഇവിടെയാ? ഇവിടെ ഇപ്പം 40-50 രൂപയ്ക്ക് ആയി ഏക്കറിന്. ആണോ? സ്ഥലം കിട്ടാനുണ്ടോ? സ്ഥലം കിട്ടാനില്ല. ജാതി നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ മെയിൻ അടുത്ത വരുമാനം ജാതിക്ക് ഇപ്പൊ നല്ല വിലയാടാ. 400 രൂപ കായ്ക്കും. ജാതിയെ പുച്ഛിക്കലടാ. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ പറഞ്ഞാൽ അതല്ല അടുത്ത വരുമാനം. ഇത് ജാതിക്ക പൊട്ടി നിൽക്കുന്നേ. ഇത് എന്നാടാ? ഇത് കറക്റ്റ് എനിക്കറിയാം. ഇത് നമ്മൾ മേടിച്ച നാടൻ ജാതിയാ. നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള പത്രിയും കായ. നമ്മുടെ തോമസ് ഒക്കെ ചെയ്യുന്ന ഇതാണോ? തോമസിന്റെ ഒക്കെ വളം നോക്കി ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ. ആണോ? തോമസ് ആണ് നിന്റെ ഗുരു ജാതിയില്. ഓക്കെ, ഇവന്റെ വീടിന്റെ അടുത്തായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കണ്ടു. ഏലകൃഷി ഉണ്ട്, ജാതി ഉണ്ട്, പിന്നെ കുരുമുളകൊക്കെ ഉണ്ട്. പിന്നെ ഇവൻ നമ്മളെ ജീപ്പയിലൊക്കെ കയറ്റി മലപ്പുറത്ത് നിന്ന് പുതുതായിട്ട് എടുത്തുകൊണ്ട് വന്ന ജീപ്പാണ്. എന്നെ വെച്ച് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവന് ഭയങ്കര നല്ല രസമുണ്ടോ വണ്ടി ഓടിക്കും, അടിപൊളി ജീപ്പ്. നൈസ്. എനിക്കത് ഓടിച്ച് കൊതു കയറുന്നില്ല. നല്ല കിളിക്കുഞ്ഞു പോലിരിക്കുന്ന വണ്ടി അല്ല? ഏത് മോഡലാടാ? ഇത് 94 മോഡല്. 94? തകർത്തു. എത്ര രൂപ കൊടുത്തു നീ? ഇത് ഞാൻ 180. 2 വീലല്ലേ ഇത്? 2 വീലർ. പക്ഷെ അതൊന്ന് അത്യാവശ്യം ചെളിക്കാതൊക്കെ പിടിച്ചു. ടയർ എടുക്കുന്ന ഓഫ് റോഡ് ടയറാണ് എടുക്കുന്നത്. അതാണ് ഏത് വഴി കൂടെ പൊക്കോളും. അത്യാവശ്യം എല്ലാ വഴി കൂടെ പൊക്കോളും. പിന്നെ ഗിയറിന് ഇച്ചിരി പിടുത്തമുണ്ട്. ഗിയർ കൈക്ക് വളങ്ങാത്തോണ്ടായിരിക്കും അല്ലേ? നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നാലും തകർപ്പൻ വണ്ടി. അവനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ലേഖനം. ഇവിടെ ഒരു ചെറിയ പുഴയോ എന്താ തോട് ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്, കൈത്തോട്. ഇത് നിറഞ്ഞു കയറൂടാ? നിറഞ്ഞ് മീൻസ് നല്ല മഴയാകുമ്പോൾ ഇതിന്റെ ഒപ്പം പൊങ്ങും. കയറി തരാം, പറമ്പ് കയറി തരാം. ഇവിടെ ഞങ്ങള് വേനലാകുമ്പോൾ ഞങ്ങളെ കൂട്ടുകാരിലൂടെ ഇവിടെ വന്നിരുന്ന് ചുമ്മാ ടൈം പാസ്. അടിപൊളിയായിട്ട് ചിപ്സ് ഒക്കെ തിന്ന അല്ലേ? അങ്ങനെ പരിപാടിയൊന്നുമില്ല. തിന്നാലോ, വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ജീപ്പ് കൂട്ടൻ ഇവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യോ? ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ അല്ലേടാ? അതെ. അവിടെ കളറും സെറ്റാട്ടോ, അടിപൊളി. ഞാൻ മൊത്തം പണി ചെയ്യാനുള്ള പെയിന്റ് അടിച്ച് ഇതേ കുറെ കാശ് കളയും നീ. ഇല്ല, ഇതൊക്കെ നമ്മുടെ ഒരു അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്, സെറ്റപ്പ് അല്ലേ? ഇത് കണ്ടോ, ഇത് ചെളി ഒട്ടും പിടിച്ചിരിപ്പില്ലല്ലോ ടയറേല്. പൊളി. നമ്മുടെ എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു, താർപ്പല്ലാന്നോ? എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മച്ചാന്റെ വണ്ടിയാണിത്. ഞാനിത് എന്തായാലും തകർത്ത് വാരി ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. കൊള്ളാം. ഇവ മലപ്പുറത്ത് നിന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കോളേജിൽ പോയി ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ അടിപൊളി കക്ഷിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ മൊത്തം കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. നമുക്കിത് ഓഫ് ചെയ്യാം അല്ലേ? അതിൻ്റെ സ്റ്റോപ്പർ ഇവിടെ അല്ലേ? ഓക്കെ, നമുക്കിത് മൊത്തമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ എന്തായാലും നല്ല ആഗ്രഹമുള്ള ഒരു കർഷകനാണ് ഇവൻ. അതുകൊണ്ടാണ് ഇവൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നമ്മൾ വിടവാങ്ങുന്നു. ഐ എം ജോബിങ് എ മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കുയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.